നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം ആലപ്പുഴ ജില്ലയിലെ അവലോകനം. ആലപ്പുഴ ജില്ല കേരളത്തിന്റെ വിപ്ലവമണ്ണ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ല ചില അട്ടിമറികൾ ഇടയ്ക്ക് കാഴ്ചവെക്കുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചുവപ്പ് കോട്ടയാണ്. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും സമുദ്രോൽപ്പന്ന വ്യവസായവും ടൂറിസവുമാണ് ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഈ മേഖലയിലെ തൊഴിലാളികൾ ഏറെയും ഇടത് ചായ്വുള്ളവരാണെങ്കിലും മാറി ചിന്തിക്കാൻ മടിക്കാത്തവരുമാണ്. ഗൗരിയമ്മയെയും PK വാസുദേവൻ നായരെയും VS അച്യുതാനന്ദനെയും തോൽപ്പിക്കാൻ വിപ്ലവമണ്ണ് മടി കാണിച്ചിട്ടില്ല. 86% വരുന്ന ഹൈന്ദവ സമുദായത്തിനാണ് ജില്ലയിൽ മേൽക്കൈ. ഈഴവരാണ് പ്രധാന വോട്ട് ബാങ്ക്. 21% വരുന്ന ക്രിസ്ത്യാനികളും 11% വരുന്ന മുസ്ലിങ്ങളും തെരഞ്ഞെടുപ്പിൽ ജയപരാജയം നിർണയിക്കുന്ന ശക്തികളാണ്. 9 അസംബ്ലി മണ്ഡലങ്ങളാണ് ജില്ലയുടെ പരിധിയിൽ വരുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവയാണ് മണ്ഡലങ്ങൾ. മണ്ഡലങ്ങളിൽ ഹരിപ്പാടും അമ്പലപ്പുഴയും ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യമാണ് ഹരിപ്പാടിനെ ശ്രദ്ധേയമാക്കുന്നത്. 6 പതിറ്റാണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും CPIMന്റെ ജില്ലയിലെ അമരക്കാരനുമായിരുന്ന G. സുധാകരൻ കളം മാറിയതാണ് ഇത്തവണ കേരളത്തെ പിടിച്ചുകുലുക്കിയത്. അമ്പലപ്പുഴയിൽ സുധാകരന് കൈകൊടുക്കാൻ കോൺഗ്രസ് എത്തിയതോടെ ജില്ല പിരിമുറുക്കത്തിലാണ്. മണ്ഡല പുനർനിർണയം നടന്ന 2011 മുതലുള്ള 3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനാണ് മേൽക്കൈ. ഹരിപ്പാട് കോൺഗ്രസിന്റെ കുത്തകയായി തുടരുമ്പോൾ അരൂരും ചെങ്ങന്നൂരും UDFനെ വിജയിപ്പിക്കാൻ മനസ്സ് കാണിക്കാറുണ്ട്. വിപ്ലവമണ്ണിൽ NDAയ്ക്കും മോശമല്ലാത്ത വേരോട്ടമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9-ൽ 8 മണ്ഡലങ്ങൾ LDFന് ഒപ്പമായിരുന്നു. ഹരിപ്പാട് മാത്രമാണ് UDFനെ വിജയിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത്തേക്ക് ചായുന്ന ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികവും UDFന് ഒപ്പമാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 2 തവണ ജില്ല UDFനും 1 തവണ LDFനും ഒപ്പമായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങൾ KC വേണുഗോപാലിന് മികച്ച ലീഡാണ് നൽകിയത്. വിപ്ലവ ഭൂമിയിൽ NDA പതിയെ സ്വാധീനമുറപ്പിക്കുന്നതാണ് കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിർണയിക്കാൻ NDAയ്ക്ക് കഴിയും. BDJSന്റെ ചിറകിലേറിയാണ് NDAയുടെ പ്രകടനം. നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറിയും കുറഞ്ഞും 18,000 മുതൽ 30,000 വരെ വോട്ട് NDAയ്ക്ക് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടും കായംകുളത്തും NDA 2ാം സ്ഥാനത്ത് എത്തിയത് മുന്നണികളെ ഞെട്ടിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ LDFും NDAയും ഒപ്പത്തിനൊപ്പമെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ നില അത്ര സുരക്ഷിതമല്ലെന്ന് കാണാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയുണ്ടായി. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയെങ്കിലും സീറ്റുകൾ കൈവിട്ടുപോയി. മുനിസിപ്പാലിറ്റികളിൽ 3ഇടത്ത് പരാജയം നേരിട്ടു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കനത്ത തിരിച്ചടിയുണ്ടായി. ജില്ലയിൽ 5 പഞ്ചായത്തുകളുടെ ഭരണം NDA പിടിച്ചു. തദ്ദേശ ഫലം അസംബ്ലി തലത്തിൽ വിലയിരുത്തുമ്പോൾ 7 മണ്ഡലങ്ങൾ LDFന് ഒപ്പമാണ്. ഹരിപ്പാടിന് പുറമെ അരൂർ UDF പക്ഷത്തേക്ക് ചാഞ്ഞു. ചെങ്ങന്നൂരിലെ ലീഡ് 2000-ൽ താഴെയായി. പല മണ്ഡലങ്ങളിലും ലീഡ് നന്നേ കുറഞ്ഞു. ശബരിമല ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് UDF. പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ സുധാകരൻ ജില്ലയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ചലനങ്ങൾ LDFനെ ആശങ്കയിലാക്കുന്നുണ്ട്. വികസന നേട്ടവും അഴിമതിരഹിത ഭരണവും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം.